സന്തോഷമാർഗത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വരുവാനായി നമുക്ക് ദിവസം തന്നല്ലോ. ചിലരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഇത് അവൻ ചെയ്തതിൻ്റെ ഫലം അവൻ അനുഭവിക്കുന്നത് അല്ലേ. നീ അനുഭവിക്കുന്ന ഗതികളെല്ലാം അവൻ്റെ സ്വഭാവത്തിൻ്റെ അവൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് പറയാറുണ്ട്. നമുക്ക് എല്ലാവരെയും അങ്ങനെ ഒരുപോലെ വിധിക്കാൻ കഴിയത്തില്ല. ചില ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്ന അവർ തിന്മ ചെയ്തിട്ടാവണം നിർബന്ധമൊന്നുമില്ല. നന്മ ചെയ്തിട്ട് പോലും കഷ്ടം അനുഭവിക്കണമെന്ന് ഒരുപാട് പേരുണ്ട്. അതേസമയം അവൻ്റെ പ്രവൃത്തിയുടെ ഫലമാണോ അവൻ അനുഭവിക്കുന്നത് എന്ന് പറയുന്നിടത്ത് ഒരു ന്യായമായ വശം അവിടെ ഉണ്ടല്ലോ അല്ലേ. ദോഷപ്രവൃത്തി ചെയ്തിട്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ച് വേദനിപ്പിച്ച് തട്ടിപ്പറിച്ച് എടുത്തതൊന്നും അനുഭവിക്കാൻ കിട്ടാതെ പോയ ഒരുപാട് ചരിത്രങ്ങൾ നാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ എടുക്കേണ്ട തീരുമാനം എന്നുള്ളത് അകാരണമായിട്ടുള്ള ശാപങ്ങളോ അകാരണമായിട്ടുള്ള നഷ്ടങ്ങളോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വണ്ണം ഒരു ദൈവിക സംരക്ഷണവും ദൈവിക കാവലും ദൈവികാനുഗ്രഹങ്ങളും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു തീരുമാനം എന്താണ്? എൻ്റെ ദോഷപ്രവൃത്തികളുടെ ഫലം മൂലം നാളുകളിൽ ഞാൻ കഷ്ടത അനുഭവിക്കാൻ ഇടവരുത്താതെ വണ്ണം ഇന്ന് ഞാൻ ആവോളം എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് ദോഷം ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന തീരുമാനമെടുക്കാൻ നമുക്ക് സഹായിക്കട്ടെ. അപ്രകാരം ജീവിച്ച് ഏറിയ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനം പ്രാപിപ്പാൻ നിങ്ങളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.